പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓഗസ്റ്റ് 8 വെള്ളിയാഴ്ചയാണ്. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ വലത്തും ഇടത്തും ഇന്നത്തെ ജീവിത വഴികളിലെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലെ ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ. നീ എന്തിനു വേണ്ടിയൊന്ന് ഉത്കണ്ഠപ്പെട്ടിരിക്കുന്നത്, ഏത് വിഷയത്തിന് വേണ്ടി നീ സങ്കടപ്പെട്ടിരിക്കുന്നത്, ആ മേഖലയിൽ കർത്താവിന് ഇടപെടുകയും നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കുന്നത് അളിച്ചത് കർത്താവിൻ്റെ സാന്നിധ്യം, സതതമായ സാന്നിധ്യം നിൻ്റെ കൂടെ ഉണ്ടാകുകയും നിനക്കൊരാൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആരെയും കൊണ്ടുപോകാനും പറ്റത്തില്ല. പറഞ്ഞ രഹസ്യങ്ങൾ അവരറിയുകയും ചെയ്യും. നാട്ടിൽ പാട്ടാക്കും, വീട്ടിൽ പാട്ടാക്കും, തറവാട്ടിൽ പറഞ്ഞ് കെട്ടിയെഴുന്നള്ളിക്കും. അതുകൊണ്ട് ആരെയും കൊണ്ടുപോകാനും പറ്റത്തില്ല, കൊണ്ടുപോകാതിരിക്കാൻ പറ്റത്തില്ല. ദുസ്സംഗുരി നിൽക്കണ മക്കൾക്ക് കർത്താവ് തന്നെ കൂടെ വരാനും നീ ഒറ്റയ്ക്ക് പോയാനും കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ, കർത്താവിൻ്റെ ചൈതന്യത്തിൽ
നീ ആ വിഷയം കൈകാര്യം ചെയ്യാനുള്ള ആത്മധൈര്യം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ രേഖകൾ, നഷ്ടപ്പെട്ടു പോയ പണങ്ങൾ, നഷ്ടപ്പെട്ടു പൊന്നുകൾ, അന്യാധീനപ്പെട്ടു പോയ വസ്തുക്കൾ, മറ്റുള്ളവർക്ക് ചതിക്കപ്പെട്ടതിൻ്റെ പേരിൽ ജോലി തരാമെന്നും പറഞ്ഞ് ചതിക്കപ്പെട്ടതിൻ്റെ പേരിൽ, വായ്പ വാങ്ങിച്ച് തരാത്തതിൻ്റെ പേരിൽ ഒരു പണിയും നടക്കാതെ അതിൻ്റെ പേരിൽ വീട്ടിൽ എപ്പോഴും കലഹം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് നീ രക്ഷപ്പെട്ടു വരുവാനും നിൻ്റെ അധ്വാന ശേഷി, സത്യസന്ധമായ പണം നിനക്ക് തിരികെ ലഭിക്കുന്നതിന് വേണ്ടി ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ നീ ഇന്നത്തെ ദിവസം മുഴുവൻ അനുഗ്രഹിക്കപ്പെടട്ടെ. നമുക്ക് ആധ്യാത്മിക ജീവിതത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയൊരു കാര്യമുണ്ട്. ഈ കല്യാണം ഒക്കെ ചെറുക്കൻ കാണാൻ വന്ന് നിനക്ക് ഇഷ്ടപ്പെട്ടാന്ന് ചോദിക്കുമ്പോൾ പെണ്ണ് ചാടിക്കയറി, ചില പെൺപിള്ളേർ ചാടിക്കയറി പറയും എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയും. ചില ആൾക്കാർ മൗനം പാലിക്കും. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്നും പറയണില്ല, മാതാപിതാക്കന്മാരുടെ തലയിൽ വെച്ച് കൊടുക്കണത്. അവർ നടത്തട്ടെ. കാര്യം അവിടെ നടത്തി ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പം എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇവർക്ക് നാളെ പെട്ടിയെടുത്ത് വരാമല്ല, നിങ്ങളല്ലേ പറഞ്ഞിട്ടല്ലേ ഞാൻ കെട്ടിയതെന്നും പറഞ്ഞിട്ട് വരാം. അപ്പോൾ അത് പാവപ്പെട്ട മാതാപിതാക്കൾ ഇവരുടെ സൂത്രം അറിയത്തില്ലല്ലേ. അതായത് ഈ മൗനത്തെക്കുറിച്ചല്ല നമ്മൾ പറയണത്. മൗനം നമുക്ക് പണ്ടത്തെ മൗനത്തിനർത്ഥം മൗന സമ്മതം എന്നാണ്. ഇന്നത്തെ മൗനത്തിൻ്റെ അർത്ഥം പണിവരണ്ടെന്ന് തന്നെയാണ്. എന്നുവെച്ചാൽ ആ സാധനം നമ്മളെ കൊണ്ട് എടുപ്പിച്ചിട്ട് അവരവരുടെ ഗുണഭോക്താക്കളായി മാറും. നമ്മളതിൻ്റെ ഇരകളായി മാറും, അവർ വേട്ടക്കാരായി മാറും. എനിവേ എല്ലാം അങ്ങനെയാണെന്ന് ഞാൻ പറയണില്ല, എങ്കിലും മൗനം ഒരു വല്ലാത്ത ഒരു സംഭവമാണ്. പക്ഷേ എന്താ വിഷയം എന്ന് വെച്ചാൽ ഈ മൗനത്തിന് വേറെ ഗുണമുണ്ട്. ദൈവത്തിനടുത്ത് ഈ അഭ്യാസം നടക്കത്തില്ല. മനുഷ്യന്മാരെയാണ് ഈ മൗനം കൊണ്ട് വേറിട്ടുന്നത്. ദൈവത്തിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡഡാണ്. മൗനം പറഞ്ഞാൽ റെക്കോർഡഡാണ്. അത് ചില മൗനം പോസിറ്റീവായിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള പോസിറ്റീവായിട്ട് റെക്കോർഡ് ചെയ്യും. ചില മൗനം നെഗറ്റീവായിട്ട് സൈലൻസ് ആക്ഷനെയാണ് ഈ മൗനം എന്ന് പറയുന്നത്. ഞാൻ ഉണ്ടാക്കിയൊന്നുമല്ല, ബൈബിളിൽ ഇങ്ങനെ വ്യാഖ്യാന പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ ഞാൻ പറയുന്ന കാര്യം സൈലൻസ് ആക്ഷനാണ്. നിശബ്ദ പ്രവർത്തനങ്ങൾ. ഇപ്പം രക്തസ്രാവ രോഗി അവളെങ്ങനെ സുഖപ്പെട്ട എങ്ങനെയാണ്? അവൻ്റെ വസ്ത്രത്തിലെങ്കിലും ഒന്ന് സ്പർശിക്കാനിടയാൽ താൻ സുഖപ്പെടുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചു. അപ്പം മൗനപ്രവർത്തനമാണത്. ഒന്നും പറയണമെന്നില്ല, ശബ്ദമൊന്നുമില്ല അവിടെ. മർക്കോസ് 5:28. അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചു. വാക്കിൻ്റെ കസർത്തൊന്നും വേണ്ട. വിചാരം വന്നാൽ അത് പോസിറ്റീവായിട്ട് റെക്കോർഡ് ചെയ്യും. അല്ലാതെ അത് സ്വരത്തിൽ പറഞ്ഞില്ലല്ലോ, അവൻ്റെ ശബ്ദം കേട്ടില്ലല്ലോ, ഒന്നും വേണ്ട. നമ്മൾ വെറുതെ നിന്നാൽ മതി. നെഗറ്റീവാണ് വിചാരിക്കണമെങ്കിൽ അത് റെക്കോർഡായി പോകും. നമ്മൾ 2:7 എടുത്ത് മർക്കോസ് തന്നെ. എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവൻ ഈശ്വരനെ കുറിച്ച് പറയണതാണ്, നിയമജന്മാർ പറയണതാണ്. ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്, ഇവൻ ദൈവദൂഷണം പറയുന്നു. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക? അടുത്ത വചനം വായിച്ചേ. അവർ ഇപ്രകാരം വിചാരിക്കുന്നു. അവർ ഇപ്രകാരം വിചാരിക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു. അവർ ഇപ്രകാരം വിചാരിക്കുന്നു എന്ന് മനസ്സിലാക്കിയെന്ന്. അപ്പം അവർ യേശുവിനെതിരെയാണ് അവർ മനസ്സിൽ വിചാരിച്ചത്. പക്ഷേ യേശു അത് റെക്കോർഡ് ചെയ്ത്. മനസ്സിലായില്ല? ദൈവത്തിനെതിരെ നീ വിചാരിച്ചാലും സംഭവം റെക്കോർഡായി പോകും, പറഞ്ഞ പോലെയാവും. ഇവിടെ ഈ മൗനം കൊണ്ട് പണി നടക്കത്തില്ല. നിൻ്റെ മനസ്സിലിരിപ്പ് എല്ലാം കർത്താവിൻ്റെ ദിവസം. അതാണ് ഈശോ പറഞ്ഞത്, മനുഷ്യരിലുള്ളത് എന്താണെന്ന് അറിയാമായിരുന്നു. യോഹന്നാൻ 2:24-25. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണം അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നു. എല്ലാവരെയും ഉള്ളിരിപ്പ് അറിയാവുന്ന മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവൻ ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. വ്യക്തമായി, ക്രിസ്റ്റൽ ക്ലിയർ. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ദൈവത്തിനെ കുറിച്ച് എതിരെ ഒന്നും ചിന്തിക്കരുത് കേട്ടോ. നിങ്ങൾ ഒരു പ്രാർത്ഥന കേട്ടില്ലെങ്കിൽ പറയും
ചോദിച്ചു, എൻ്റെ കൂട്ടുകാരത്തി അവൾ പള്ളിയിലെ വട്ടക്കാരുമില്ല, അവൾ കാനഡയിൽ പോയി, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ പോയി. ഞാൻ പള്ളിയിൽ നിന്ന് മാറാൻ നടക്കണം, എൻ്റെ വിസ എടുത്തില്ല. അല്ല, അപ്പോൾ നിങ്ങൾ ഉള്ളിൽ വിചാരിച്ചില്ലേ എന്ന് വെച്ചാൽ ദൈവം അത് നെഗറ്റീവ് പറഞ്ഞാൽ അത് വിചാരിച്ചാൽ മതി, റെക്കോർഡായി പോകും. അപ്പോൾ എൻ്റെ മക്കളെ വിചാരിക്കാതിരിക്കുക, ദൈവത്തിനെതിരെ ഒരു അക്ഷരം മിണ്ടരുത്. ചില കാര്യം കർത്താവ് ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ, കർത്താവ് ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദൈവമാണ് നിൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനമെന്ന് ദൈവത്തിന് തോന്നിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.